ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ സഹാക്കന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ്. എല്ലാ DYFക്കാർക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയ ഇത് ജനങ്ങൾ തന്നൊരു കരണത്ത് തന്ന ഒരു അടിയാണ്. ഇത് ഓർത്തു വെച്ചോളൂ. എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ നിന്നും തെറ്റ് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വരുന്നുണ്ട് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ. അതിന് ഇതിനേക്കാളും വലിയ അടി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ മണിയാശം എന്ന് പറഞ്ഞു, നമ്മുടെ MM മണിയാശം എന്ന് പറഞ്ഞു, ജനങ്ങളെല്ലാം പെൻഷനൊക്കെ വാങ്ങി എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുവന്നൊക്കെ പെൻഷൻ കൊടുത്ത് പല വകുപ്പിലൂടെയുള്ള കാശൊക്കെ വാങ്ങി നന്നായിട്ട് ആഹാരമൊക്കെ വാങ്ങി കഴിച്ചിട്ട് വേവിച്ച് കഴിച്ചിട്ട് പിന്നെ അടുത്ത് വോട്ടുകൾ ചെന്ന് മാറിക്കുത്തിയിരിക്കുകയാണ് എന്നുള്ളത്. എനിക്കൊന്ന് പറയാനുള്ളത് എന്തെന്നറിയാമോ, നിങ്ങൾ ഈ പിണറായി വിജയൻ്റെ കുടുംബത്തിൽ നിന്നല്ല ഈ ക്യാഷ് എടുത്ത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൊടുത്തത്. ഓക്കെ, അതൊന്ന് ഓർക്കുക. ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തതും എല്ലാം. അത് ഒരു സർക്കാർ ഉണ്ടാവുമ്പം അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഉള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക. കാരണം ജനങ്ങൾ പൊട്ടന്മാരല്ല. ഓക്കെ, അപ്പോൾ മണിയാശാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറിപ്പോയൊന്നും അറിയത്തില്ല, പെട്ടെന്ന് വായിന്നിങ്ങനെ വന്നതാണ്. പുള്ളി അങ്ങനെയൊക്കെ സംസാരിക്കാത്ത ഒരാളാണ്. എങ്കിലും നമ്മൾ പറയുന്നു, അത് ജനങ്ങളുടെ പൈസ എടുത്താണ് ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തതും. പക്ഷേ നിങ്ങൾക്ക് ഈ രണ്ടാം ഭരണം കിട്ടിയതിന് ശേഷം നിങ്ങളുടെ അഴിമതിയും ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഈ ശബരിമല സ്വർണം വേട്ടയാടലും ഇതൊക്കെ എല്ലാം കേരളത്തിലുള്ള ജനങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നോർത്തോളൂ, ഇത് ജനങ്ങൾ നിങ്ങൾക്കിപ്പോൾ തന്ന ചെറിയൊരു സാമ്പിൾ അടിയാണ്. അത് കർണത്ത് തന്നിട്ടുള്ള ഒരു അടിയാണ്. ഇപ്പോൾ BJP തലസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് ഇതേപോലെ ഓരോരുത്തർ വരും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പിണറായി വിജയൻ അവിടെ പാർട്ടിക്കാരെ എല്ലാവരെയും അവരെ ഒന്ന് അനങ്ങാൻ വിടാതെ പിണറായി വിജയൻ എന്ത് പറയുന്നു ആ ചൊൽപ്പടിക്ക് നിൽക്കണം പാർട്ടിക്കാരെല്ലാം. ഓരോ MLA-മാർക്കോ ഒരു മന്ത്രിമാർക്കോ അവരുടെ ഇഷ്ട രീതിയിൽ സംസാരിക്കാനോ പിടിക്കാനോ അഭിപ്രായം പറയാനോ ഒന്നും പറ്റുന്നില്ല. ഇതെല്ലാം ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്തി വെച്ചത്